പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവകാരി സോണി ഫിലിപ്പച്ചൻ, ഇടവക ചുമതലക്കാർ, വിശ്വാസ സമൂഹമേ, കുഞ്ഞുങ്ങളെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹാവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം കൂടെ നമ്മളെ വിട്ട് കടന്നുപോയി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം തന്നു. പകൽക്കാലം നടത്തിയ വിധത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നൊയമ്പ് കാലം കൂടി ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. നൊയമ്പിൻ്റെ 29ാമത്തെ നല്ല സന്ധ്യയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 28 ദിവസവും വിശുദ്ധ ദേവാലയത്തിൽ വരുന്നതിനും താഴ്മയോടും വിനയത്തോടും വിശുദ്ധിയോടും കൂടെ ആ സന്നിധാനത്തിലൊന്നിരുന്ന് പുത്രനിലൂടെ നമുക്ക് ഒരുക്കി തന്ന രക്ഷയെ വിശ്വാസത്തിലൂടെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ വർഷക്കാലം നമ്മോടൊപ്പം ആയിരുന്നവർ ചിലരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ചിലരൊക്കെ പല രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ക്ഷീണാവസ്ഥയിൽ ഭവനത്തിൽ വിശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം തൻ്റെ കരുണയാൽ ഒരു വർഷക്കാലം കൂടെ നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ടുകള എന്ന് പറഞ്ഞപ്പോൾ, പിതാവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒന്ന് കിളച്ച് വളമിട്ട് നോക്കട്ടെ, ഫലം കായ്ക്കുമോ ഇല്ലയോ എന്ന് അറിയട്ടെ. ആ ഒരു വലിയ പരിഗണനയിലാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നല്ല വേളയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തി മണ്ഡലങ്ങളിൽ, ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മെ ഒന്ന് പുനഃപരിശോധിക്കാം. നൊയമ്പാചരണത്തിൻ്റെ പ്രധാന ഭാഗം ഒരുക്കവും പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെയും പങ്കിടലിൻ്റെയും അനുഭവമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൂടെ ആത്മവിശുദ്ധിയും ഉപവാസാനുഷ്ഠാനങ്ങളിലൂടെ ഇന്ദ്രിയജയവും പ്രായശ്ചിത്തത്തിലൂടെ ദൈവിക സ്നേഹവും നേടിയെടുക്കുന്നതാണ് നൊയമ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ഇന്ന് നടത്തുന്ന ദൈവകൃപ അനുഭവിച്ചുകൊണ്ട്, ഭാവിയുടെ പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ട് യേശു കർത്താവിൻ്റെ ജീവിതത്തിലോടും ദർശനത്തോടും നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നൊയമ്പ് സമയത്ത് അവിടുത്തെ പീഡാനുഭവത്തിൽ പങ്കാളിയാകുന്നതിനും ആരാധനയിൽ പങ്കുകൊള്ളുന്നതിനും നീ എൻ്റെ മക്കളെ കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ വന്നതല്ല കർത്താവെ, നീ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി സ്തോത്രം. ദിനംതോറും ഞങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റതിനെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയല്ല നാഥ. നല്ല ആരാധന ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകളൊക്കെ അവിടുന്ന് ക്ഷമിക്കണേ. വീണ്ടും സന്ധ്യാസമയത്ത് കർത്താവെ, നിൻ്റെ പാദപീഠം ചേർന്നിരുന്ന് ഈ സന്നിധാനത്തിൽ ഒന്നിരിപ്പാൻ തക്കോണം നീ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, നീ അവരെ ഒരുക്കി കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. വന്ന മക്കളെ എല്ലാം കർത്താവെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ. അവരുടെ ആവശ്യങ്ങളെ അറിയണേ കർത്താവെ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, തലമുറകളെ അനുഗ്രഹിക്കണേ കർത്താവെ. വിശേഷാൽ ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന അച്ഛനെ കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ എല്ലാ ശുശ്രൂഷകളെയും നീ മാനിക്കണേ കർത്താവെ. അല്പസമയം നിൻ്റെ സ്വാദപീഠത്തിൽ അടിയങ്ങളിരിക്കട്ടെ. നിൻ്റെ തിരുവചനവുമായി കർത്താവെ ഏഴേരിക്കുമ്പോൾ ബലഹീനയായ ഏഴെ നീ താങ്ങിക്കൊള്ളണേ കർത്താവെ. വചനം കേൾപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കണേ. വചനം അനുസരിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണേ കർത്താവെ. ഞങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് കർത്താവെ, ഞങ്ങളെ തന്നെ നിൻ്റെ മുമ്പിൽ താഴ്ത്തുവാനും വിനയപ്പെടുത്തുവാനും, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ കൂനുകളൊക്കെ മാറ്റി ഞങ്ങളിൽ എന്തെല്ലാം കൂനുകളുണ്ടെന്ന് നോക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ കൊടുപ്പാൻ തക്കോണം കർത്താവെ നീ ഞങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം. അവത്തോടുന്ന് എടുക്കണേ. യേശുരാൻ്റെ പൊന്നുനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമാറാകണമേ.
ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണിത്. ഇതിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്ത രീതിയിലാണ് സൗഖ്യം കൊടുക്കുന്നത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുമ്പോഴാണ് അവസ്ഥകൾക്ക് ഭേദം വരുന്നത്. ഭൂതഗ്രസ്തൻ്റെ സൗഖ്യമാണ് ആദ്യമായി കാണുന്നത്. ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ടവൻ, കല്ലറയിൽ പാർക്കുന്നവൻ. കല്ലറകളിൽ മരിച്ചവരാണ് കല്ലറയിൽ പാർക്കുന്നത്. ഇവിടെ ഇതാ മരിച്ചവരോടുകൂടെ പാർക്കുന്ന ജീവനുള്ളവൻ, സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നവൻ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവൻ, ആരുമായി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തവൻ, അവന് യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുന്നു. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അശുദ്ധാത്മാവെ അവനെ വിട്ടുപോക എന്ന് കൽപ്പിക്കുന്നു. ഞാനും നിന്നെ അനുഗമിക്കട്ടെ എന്ന ചോദ്യത്തിന് നീ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരോട് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും പറക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. പ്രിയരെ, എത്തിച്ചേരേണ്ടത് നമ്മുടെ തമ്പുരാൻ്റെ അടുത്തേക്കാണ്. ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരു തലമുറയെ കണ്ട് ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിൻ്റെ സുവിശേഷം നിൻ്റെ ഭവനത്തിൽ ആരംഭിക്കണം. നിന്നെ ദേശത്തെ ഒരു കുടുംബത്തിൽ, മാതാപിതാക്കളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, ചുറ്റുപാടുകളുടെ ഇടയിൽ നിന്നെ ആക്കിയിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയുവാൻ മടിക്കരുത്. സർവത്തിൻ്റെയും കാരണഭൂതനായ ദൈവത്തെ മറന്നുപോകുവാനിടയാകരുത്. ഒരു മടങ്ങി വരവ് നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ആവശ്യമാണ്. പള്ളിപ്രമാണിയായ ഐറോസിൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുന്നുവെന്നറിഞ്ഞപ്പോൾ പോകുന്ന വഴിയിൽ അവൻ യേശുവിൻ്റെ വാർത്ത കേട്ടിട്ട് അനേകർ അവനെ അനുഗമിച്ചു. വിവിധ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പുരുഷാരം അവനെ അനുഗമിക്കുന്നത്. അത്ഭുതം കാണാൻ വന്നവർ കാണും, തിരുവചനം കേൾക്കുവാൻ വന്നവർ കാണും, രോഗസൗഖ്യത്തിന് വന്നവർ കാണും. അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വന്നവരും കാണും. ഇന്നും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. വചനം കേട്ട് മാനസാന്തരപ്പെടുന്നവരുണ്ട്, രോഗസൗഖ്യം പ്രാപിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. ജനം തിക്കിത്തിരക്കുന്ന ഈ വേളയിൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, പല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ട് കുറവില്ലാത്തവൾ, അവൾക്കുള്ളതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ചെലവിട്ടവൾ, ആരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ മടിക്കുന്ന സ്ത്രീ, നിരാശയിൽ കഴിയുന്നവൾ. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഒരുപക്ഷേ പുരുഷാരം തിക്കിത്തിരക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവൾക്ക് സാധിക്കുകയില്ല. പോരെങ്കിൽ അവളുടെ അവസ്ഥയിൽ ചില പരിമിതികളുണ്ട്. സാധുവാണ്, നിരാശയിൽ കഴിയുന്നവളാണ്, ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാത്തവളാണ്. ആകെയുള്ളത് രോഗം മൂലം എല്ലാം നഷ്ടപ്പെട്ടവളെന്ന് മാത്രം. ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും അവൾ വിശ്വസിച്ചു, എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരുവാൻ മതിയായവനാണെന്ന്. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അവൾ വിശ്വസിച്ചു. ഒരുപക്ഷെ അവൾ തൊടുന്നത് ആരും അറിയരുതെന്ന് ഒരുപക്ഷെ അവൾ ആശിച്ചു കാണും. ആൾക്കൂട്ടത്തിലൂടെ വിശ്വാസത്തോടെ സൗഖ്യം കിട്ടുമെന്നുള്ള ബോധ്യത്തോടെ അവൾ തൊട്ടു. ആ നാഴികയിൽ തന്നെ ശരീരത്തിൽ അവൾ സൗഖ്യമുള്ളവളായി അവൾ അറിഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോഴാണ് കർത്താവിൻ്റെ ചോദ്യം, എന്നെ തൊട്ടതാർ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എല്ലാവരും തിക്കിത്തിരക്കുമ്പോൾ എന്നെ തൊട്ടത് ആരെന്ന് ചുറ്റും നോക്കിയപ്പോൾ അവൾ ഒന്ന് പതറിക്കാണും. അന്ന് വരെ അവൾ അനുഭവിച്ച വേദനയെക്കാളേറെ വേദനിച്ച് കാണും. ആ നിമിഷം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവൾ മുന്നോട്ട് വന്ന് അവൻ്റെ പാദത്തിൽ മുട്ടുകുത്തി ഉള്ള അവസ്ഥ യേശുവിനോട് പറഞ്ഞു. പ്രിയരെ, നമ്മുടെ ഏതവസ്ഥയും കർത്താവിനോട് ബോധ്യത്തോടെ വിശ്വാസത്തോടെ പറയണം. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു, മകളെ എന്ന് വിളിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി സ്വസ്ഥമായി ജീവിക്ക എന്ന് പറഞ്ഞു. ധനവാനും ചുങ്കക്കാരനുമായ സഖായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശു വരുന്നു എന്ന് കേട്ട് ആഗ്രഹിച്ച സഖായി അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ശാരീരിക ഘടനയിൽ അവന് പരിമിതി ഉണ്ടായിരുന്നു. അവൻ ഉയരം കുറവനായതുകൊണ്ട് പുരുഷാരത്തിൻ്റെയിലൂടെയുള്ള അവന് കാണുവാൻ സാധിച്ചില്ല. അവൻ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഓടി മുന്നോട്ടോടി അവൻ അത്തിമേൽ കയറി അവിടെ ഇരുന്നു. ഒരുപക്ഷെ അവനും വിചാരിച്ചു കാണും, യേശു എന്നെ കാണരുത്, എനിക്ക് യേശുവിനെ കാണണം, എങ്ങനെയെങ്കിലും യേശുവിനെ കാണണം,
അവനെങ്ങനെയാണ് എന്തുവാണെന്ന് അറിയുവാൻ മതി എന്നുള്ള ആ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ അവൻ മുന്നോട്ട് അത്തിമേൽ കയറി. എന്നാൽ കർത്താവ് അവനെ കണ്ടു. അത്തിവിടെ താഴെ ചെന്നപ്പോൾ, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്നോട് കൂടെ പാർക്കേണ്ടതല്ലയോ, നിൻ്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ വിശ്വാസത്തോടെ അവൻ്റെ അവസ്ഥ മാറി. അവൻ ഇന്ന് എൻ്റെ കൂടെ പാർക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവനെപ്പറ്റി ഒരു ബോധ്യമുണ്ടായി. തന്നെത്താനൊരു ശോധന ചെയ്തു. ഞാൻ അനാവശ്യമായി വാങ്ങിച്ചിരിക്കുന്നതെല്ലാം 4 മടങ്ങ് മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് അവനൊരു മാനസാന്തരവും ഒരു രൂപാന്തരവും അവനുണ്ടായി. കുരുടനായ ബർത്തലോമായി യേശുവിൻ്റെ ആരാവാരം കേട്ടപ്പോൾ, എന്തുവേണം തിരക്കിയപ്പോൾ യേശു തമ്പുരാൻ ആ വഴി കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ ബർത്തലോമായി വിളിച്ചു, ദാവീദ് പുത്രായനോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചു. ശിഷ്യന്മാർ അവനെ അടിച്ചമർത്തിയെങ്കിലും അവൻ വിശ്വാസത്തോട് ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്രായനോട് കരുണ കാണിക്കണമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, എനിക്ക് എൻ്റെ കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. വിശ്വാസത്തോടെ വന്നവരെ ദൈവം കൈവിടത്തില്ല. വിശ്വാസത്തോടെ ഈ സ്ത്രീ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അവൾക്ക് 4 അനുഗ്രഹങ്ങൾ ലഭിച്ചു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവൾ മകളായി. മകളെ എന്ന വിളി കേട്ടു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരു. 12 വർഷമായി സമാധാനം എന്തെന്നറിയാത്ത അവൾ യേശുവിനെ വിശ്വാസത്തോട് തൊട്ടപ്പോൾ സമാധാനത്തോട് പോകാ എന്ന് പറഞ്ഞു. സ്വസ്ഥതയോട് പോയി. 12 വർഷമായി അവളുടെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും അനുഭവിക്കാതെ ഉണ്ടായിരുന്നപ്പോൾ കർത്താവിനെ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ സ്വസ്ഥതയുണ്ടായി. കർത്താവിൻ്റെ തൊങ്ങലിന് പോലും ശക്തിയുണ്ട് എന്ന് അവൾ വിശ്വസിച്ചു. വിശ്വാസത്തോട് വന്നവരെ ദൈവം നിരാശപ്പെടുത്തുവാനിടയാക്കിയിട്ടില്ല. ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപനിധിയാണ്. നെഹമ്യാവ് പ്രാർത്ഥിച്ചു, ആരെന്ന ബോധ്യത്തോട് പ്രാർത്ഥിച്ചു. തീമായുടെ മകനായ ബർത്തലോമായി നിലവിളിച്ചു. അവൻ ആരോടാണ് നിലവിളിക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെ നിലവിളിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ശക്തിയുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അവൻ എൻ്റെ കർത്താവ് കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനുമല്ല. രക്ഷ അവൻ്റെ പക്കലുണ്ട്. പേരും പാരമ്പര്യവും ഇല്ലാതെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ശൂന്യംകാരത്തി സ്ത്രീ, കനാന്യ സ്ത്രീ, കൂനയായ സ്ത്രീയെപ്പറ്റി ഇന്ന് ദേവാലയത്തിൽ നാം ഇതെല്ലാം വളരെ വിശദമായി കേട്ടതാണ്. നമുക്ക് പലതരത്തിലുള്ള കൂനുകൾ ബാധിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ കൂനുകളിൽ നിന്ന് യേശു അവളെ അടുക്കൽ വിളിച്ച് അവളുടെ കൂനിൽ തൊട്ട് സൗഖ്യമാക്കി. അവൾ ഉയരത്തിലോട്ട് നോക്കാൻ അവൾക്ക് സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൾക്ക് സാധിച്ചു. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എന്തെല്ലാം കൂനുകൾ ബാധിച്ചിരിക്കുന്നവരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള സമയമാണ്. 5 അപ്പവും 2 മീനും കൊടുത്ത ബാലൻ പേരും പാരമ്പര്യവും ഇല്ല, അല്ല, വിശ്വാസ തീക്ഷ്ണതയോടുള്ള അതിൻ്റെ പ്രവർത്തനമാണ് വലുത്. ദൈവം തന്ന ജീവിതം, ദൈവം തന്ന ചുറ്റുപാടുകൾ, ദൈവം തന്ന അവസ്ഥകൾ ദൈവത്തിനും മനുഷ്യനും പ്രസാദകരമായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ നോമ്പ് ആളുകളിൽ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിച്ചു വരാം. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിങ്കിലേക്കൊന്ന് തിരിച്ചു വന്ന് നമ്മളെ തന്നെ താനൊന്ന് ശോധന ചെയ്ത് നമ്മുടെ കുറവുകളെ കാണുവാൻ നമുക്ക് കഴിയണം. കർത്താവിന് രോഗിയെ സൗഖ്യപ്പെടുവാൻ സ്ഥലം ഒരു വിഷയമല്ല, രോഗം ഒരു വിഷയമല്ല, വ്യക്തി ഒരു വിഷയമല്ല, സമയം ഒരു വിഷയമല്ല. ഏത് സമയത്തും ഇറങ്ങി വന്ന് നിന്നെ തൊടും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പാത്രം പോലെ വീണുടഞ്ഞാൽ ഇഷ്ടമുള്ള പാത്രം പോലെ മെനഞ്ഞെടുക്കുവാൻ അവന് കഴിയും. ആ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തു വരാം. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ നന്ദികത്തിൽ ചെന്നു നീ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്മേ
കാരിണി നാരാത്മാ സ്നേഹിതന്മേ കാരിണി. 4 അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചു. മകളെ എന്ന് വിളിച്ചു. മേൽവിലാസമില്ലാത്തവൾ മകളായി. രക്ഷയുടെ ഉറപ്പ് അവൾക്ക് ലഭിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. നിത്യമായ സമാധാനം കിട്ടി. സമാധാനത്തോടെ പോകുകയെന്ന് പറഞ്ഞു. ശാന്തതയോട് പോയി അവൾ സ്വസ്ഥയായി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും 4 കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. മരണം നമുക്ക് ഉറപ്പാണ്. ഏത് സമയത്തും മരണം നിന്നെ പിടിക്കാം. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിനക്ക് ഉറപ്പാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ന്യായവിധി നിനക്കുറപ്പാണ്. കർത്താവ് തൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ദിനമുണ്ട്. പ്രതിഫലം ഉറപ്പാണ്. അവനവൻ ജീവിതത്തിൽ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിപ്പാൻ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. നിത്യതയുടെ അനുഭവം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്തുമാത്രം നന്മകളാണ് ദിനംതോറും നാം അനുഭവിക്കുന്നത്. നമ്മുടെ പാവം പോക്കി തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കിയ ആ സ്നേഹം, തൻ്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ച ഒരു കർത്താവ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ നിങ്ങളെ സ്നേഹിപ്പിന്ന് അരുളി ചെയ്ത കർത്താവ്, മനുഷ്യനനുസരണക്കേട് മൂലം പാപം ചെയ്തു. പാപം മൂലം മരണമുണ്ടായി. മരണം ദൈവത്തിന് പർദീസയിൽ നിന്ന് അകന്നു. ആ പർദീസയോടെ മനുഷ്യനെ അടുപ്പിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ യാഗമായി ഈ ലോകത്തിലേക്ക് അയച്ചു. ആ കാൽവറി ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചുവന്നൊഴിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ, നിൻ്റെ പാപം എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നന്മകൾ ചെയ്തുകൊണ്ട് ഈ കർത്താവിനെ നല്ലവനും രക്ഷകനുമായി അംഗീകരിപ്പാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവത്തെ സ്നേഹിപ്പാൻ ഈ ദൈവം നമ്മളെ സ്നേഹിച്ച പോലെ തമ്മിൽ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കണം. കോപം, ക്രോധം, ഈർഷ്യ, പക, വിദ്വേഷമൊക്കെ മാറ്റി ഒരു മാനസാന്തരത്തിലും പുതുക്കത്തിലും വന്ന് ദൈവസന്നിധി താഴുവാനും വിനയപ്പെടുവാനും നമുക്കിടയാക്കണം. കർത്താവിന് വേണ്ടി അനേകർ കഷ്ടം സഹിക്കുന്നത് കൊണ്ട് ഈ സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ വിശ്വാസം തലമുറകളിലേക്ക് പകരുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ സമർപ്പണം, നമ്മുടെ വിശ്വാസം ഇവ കർത്താവിൻ്റെ മുമ്പിൽ വിലയേറിയതാണോ എന്ന് ശോധന ചെയ്യണം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശാസ്ത്ര സാങ്കേതിക വളർച്ച കാരണം ഇന്ന് തലമുറകൾ നമ്മിൽ നിന്നകന്ന് വേറൊരു ലോകത്തിലേക്കായിരിക്കുകയാണ്. മാതാപിതാ മക്കൾ ബന്ധം അറ്റുപോയിരിക്കുന്നു. ഗുരുശിഷ്യ ബന്ധങ്ങളില്ലാതെയായിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരവീൻ. ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രിയുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, എന്നാൽ വേണ്ടതില്ല. യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. ഇന്ന് വിവേകമുള്ള ഒരു തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എന്തിനു വേണ്ടിയോ എന്തൊക്കെയോ അധ്വാനിച്ച് എന്തൊക്കെയോ നേടുന്നു, എന്നാൽ അത് ആരനുഭവിക്കുമെന്ന് നിശ്ചയമില്ല. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്നലെ വരെ എല്ലാം ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. അനേകർ രോഗികളായി, അനേകർ നിരാശയിലായി. അവരിൽ നിന്നല്ല, നല്ലവരായതുകൊണ്ടല്ല പ്രിയമുള്ളവരെ നമ്മെ ഒരു ദിവസം കൂടെ നിർത്തിയിരിക്കുന്നത്. എന്നെയും നിന്നെയും ഈ ഒരു വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന ചോദ്യം എൻ്റെയും നിൻ്റെയും മുൻപിൽ കിടക്കുന്നു. എനിക്ക് വിശന്നു ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു കുടിപ്പാൻ തന്നില്ല, രോഗിയായിരുന്നു കാണാൻ വന്നില്ല, നഗ്നനായി എന്നെ ഉടുപ്പിച്ചില്ല, നിരാശയിലായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചില്ല. ഒരു ന്യായവിധി ദിവസം എൻ്റെയും നിൻ്റെയും മുൻപിലുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദമായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ഈ നോയമ്പ് കാലങ്ങളിൽ നമുക്ക് തന്നെ താനൊന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെടുവാനും താഴുവാനും നമ്മളെ തന്നെ ഒരുക്കാം. ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന
ബഹുമാനമുള്ള അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. നിൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ. നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണേ കർത്താവേ. നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തണേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, തലമുറകളെ അനുഗ്രഹിക്കണേ കർത്താവേ. അല്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണല്ലോ ഞങ്ങളൊക്കെ ആയിരിക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണേ ദൈവമേ. ഹല്ലേലൂയ. നിന്നെ സ്നേഹിപ്പാനും മാനിപ്പാനും ഞങ്ങളെ ഒരുക്കണേ കർത്താവേ. ഞങ്ങളെ തന്നെ താനൊന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണേ. ഞങ്ങളിൽ എന്തെല്ലാം കൂനുകളുണ്ടെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് അറിയുവാൻ കർത്താവേ, അതിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ, നിൻ്റെ സന്നിധിയിലേക്കൊന്ന് അടുത്ത് വരുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ കർത്താവേ, നിൻ്റെ സന്നിധി വിനയത്തോടും താഴ്മയോടും അനുസരണത്തോടും എന്ന് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഈ സന്ധ്യാസമയത്ത് ഇത്രയും പേർക്ക് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നിന്നെ ആരാധിപ്പാൻ നീ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കളെ ഒരിക്കൽ കൂടെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നേതൃത്വം തന്ന മകനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണേ. ശുശ്രൂഷകളെ മാനിക്കണേ കർത്താവേ. കർത്താവേ, അടിയങ്ങളുടെ കൂടിരുന്ന് സഹായിക്കണേ. അടിയങ്ങളുടെ യാത്രയിൽ മടക്കയാത്രയിൽ കൂടിരിക്കണേ. നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണേ. മഹത്വത്തോട് എടുക്കണേ. യേശു തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം മരളുമാറാകണമേ.